കോടികളുടെ നിക്ഷേപ തട്ടിപ്പിൽ ആരോപണം നേരിടുന്ന സ്വിസ് ബാങ്ക് എന്ന ധനകാര്യ സ്ഥാപനവുമായി കോൺഗ്രസ് നേതാക്കൾക്ക് ബന്ധമുണ്ടെന്ന ആരോപണം ശക്തമാവുകയാണ്. KPCC വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖിന്റെ ഭാര്യ ഷറഫുന്നീസയ്ക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇതേക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ടി സിദ്ദിഖ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, കേരള വിഷൻ ന്യൂസാണ് സ്വിസ് ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. ഇപ്പോൾ KPCC വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖിന്റെ ഭാര്യയ്ക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു. നേരത്തെ തന്നെ ഈ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരൻ പങ്കുവച്ച വിവരത്തിൽ ഇത്തരം വിവരങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈ ഷറഫുന്നീസയ്ക്കെതിരെ അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ലിബീഷ്, ഈ ഒരു ആരോപണം, അതായത് ഇതുമായി ബന്ധപ്പെട്ട ആരോപണം പ്രധാനമായും ആദ്യം പുറത്തു കൊണ്ടുവന്നത് കേരള വിഷൻ ന്യൂസാണ്. അന്ന് തന്നെ ഈ കളക്ഷൻ ഏജന്റിന്റെ വെളിപ്പെടുത്തൽ ഒരു പ്രതിപക്ഷത്തെ ഒരു പ്രമുഖ നേതാവിന്റെ ഭാര്യയ്ക്ക് ഉൾപ്പെടെ പങ്കുണ്ടെന്ന തരത്തിലുള്ള ആരോപണം അദ്ദേഹവും ഉന്നയിച്ചിരുന്നു. എന്നാൽ അന്ന് പോലീസിന്റെ അന്വേഷണം തുടങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് പോലീസ് അന്വേഷണം തുടങ്ങുകയും ഇന്നലെ 4 പേർക്കെതിരെ, CEO വസീം തൊണ്ടിക്കോടൻ അടക്കമുള്ള 4 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും അത്തരത്തിലൊരു ആരോപണം. അത് KPCC വർക്കിംഗ് പ്രസിഡന്റും MLA-യുമായ ടി സിദ്ദീഖിന്റെ ഭാര്യയ്ക്കെതിരെയാണ് തുടക്കത്തിൽ ഉന്നയിക്കപ്പെട്ട ആരോപണം എന്നൊരു വ്യക്തത കൂടുതൽ കൈവരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം പോലീസ് ആ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു. ടി സിദ്ദീഖിന്റെ ഭാര്യ ഷറഫുന്നീസയ്ക്കെതിരായ ആ ആരോപണത്തെക്കുറിച്ച് ഇപ്പോൾ നടക്കാവ് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു പത്രമാധ്യമത്തിൽ വന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. ടി സിദ്ദീഖിന്റെ ഭാര്യ ഉൾപ്പെട്ട നിധി ബാങ്ക് കോടികൾ തട്ടിയതായി പരാതി എന്ന വാർത്ത. ആ വാർത്തയുടെ കട്ടിംഗ് ഉപയോഗിച്ച് ഉൾപ്പെടെ ടി സിദ്ദീഖ് ആ ഒരു വാർത്ത നിഷേധിക്കുന്ന നടപടി ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും ടി സിദ്ദീഖ് പറയുന്നത് തന്റെ ഭാര്യ ഈ സ്വിസ് ബാങ്ക് എന്ന് പറയുന്ന ധനകാര്യ സ്ഥാപനത്തിൽ കുറച്ച് മാസങ്ങൾ മാത്രം ജോലി ചെയ്തിരുന്നു. എന്നാൽ മാനേജ്മെന്റുമായി ഒത്തുപോകാൻ കഴിയാത്തതിനാൽ രാജിവെച്ചു. എന്റെ ഭാര്യ അവിടെ ജോലി ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ എന്റെ ഭാര്യയെ ബാങ്കിന്റെ ഡയറക്ടറായി പ്രചരിപ്പിക്കുകയാണ്. അത് അടിസ്ഥാനരഹിതമാണ്. ഈ വിഷയത്തിൽ മാനനഷ്ട കേസുമായി മുന്നോട്ട് പോകും എന്ന തരത്തിൽ ടി സിദ്ദീഖ് ആ സമയത്ത് തന്നെ ഫേസ്ബുക്ക് കുറിപ്പിൽ ആ ആരോപണം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും പോലീസ് ഇതിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. കാരണം ഈ CEO വസീം തൊണ്ടിക്കോടന് കോൺഗ്രസുമായി ബന്ധമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പ്രദേശത്തെ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരാളാണ്. കോൺഗ്രസിന്റെ പ്രവർത്തകനാണോ ഇനി അനുഭാവി മാത്രമാണോ എന്ന കാര്യം വിശദീകരിക്കേണ്ട കോൺഗ്രസ് നേതൃത്വമാണ്. എന്തായാലും ഇതിലെ ഏറ്റവും പുതിയ സംഭവവികാസം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ മറുപടി നൽകാൻ ടി സിദ്ദീഖ് ഇന്ന് രാവിലെ 10:45 ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. കോഴിക്കോട് DCC ഓഫീസ്, അതായത് ഇപ്പോൾ വെസ്റ്റിലാണ് കോഴിക്കോട് DCC ഓഫീസ് താൽക്കാലികമായി പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ടി സിദ്ദീഖിന്റെ വാർത്താ സമ്മേളനം ഇന്ന് രാവിലെ 10:45 നടക്കുക. അതിൽ പ്രധാനമായും ടി സിദ്ദീഖ് ഈ ആരോപണത്തെക്കുറിച്ച് പറയാൻ തന്നെയാണ് ഇത് വിളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം ഇതിലുള്ള തന്റെ ഭാഗം വിശദീകരിക്കുക എന്നുള്ളതായിരിക്കും ഈ വാർത്താ സമ്മേളനത്തിന്റെ ഒരു കാര്യം. നേരത്തെ തന്നെ പ്രതിപക്ഷത്തെ നേതാക്കൾക്കുൾപ്പെടെ ഈ സ്വിസ് ബാങ്ക് എന്ന് പറയുന്ന ധനകാര്യ സ്ഥാപനവുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ആ ആക്ഷേപങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ നടക്കാവ് പോലീസ് അന്വേഷിക്കുന്നത്. പോലീസ് വ്യക്തമാക്കിയ ഒരു കാര്യം, കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി 15-നും 20-നും ഇടയിൽ കോടികൾ നിക്ഷേപമായി സ്വീകരിച്ച് പിന്നീട് അത് തിരികെ നൽകാതെ ഉപഭോക്താക്കളെ വഞ്ചിച്ച ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരും മാനേജർമാരും ആരൊക്കെ ആയിരുന്നു എന്ന കാര്യം വ്യക്തമായി അന്വേഷിക്കുമെന്ന് പോലീസ് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഷറഫുന്നീസയ്ക്കെതിരെ ഉയർന്ന ആരോപണം കൂടി പോലീസ് അന്വേഷിക്കുന്നത്. രവീഷ്, റിയാസ്, ഈ ടി സിദ്ദിഖിന്റെ ഭാര്യ ഷറഫുന്നീസ ഏത് രീതിയിലാണ് ഈ ബാങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? നേരത്തെ ആ ബാങ്കിന്റെ ഡയറക്ടർ ആയിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ നിക്ഷേപകരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രാഷ്ട്രീയ സ്വാധീനം സ്വാഭാവികമായിട്ടും ഉയർന്നു വരാവുന്ന ഒരു സംഗതി തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ പോലീസ് ഇപ്പോൾ ഈ ടി സിദ്ദിഖിന്റെ ഭാര്യയുടെ പങ്കാളിത്തം സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്? ടി സിദ്ദീഖിന്റെ ഭാര്യ ഷറഫുന്നീസ ഡയറക്ടർ ആയിരുന്നു എന്ന കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. അത് അത്തരത്തിലൊരു ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തതാണ്, ഒരു പത്രമാധ്യമം റിപ്പോർട്ട് ചെയ്തു എന്നുള്ളൂ. ആ മാധ്യമത്തിന് വ്യക്തമായ രാഷ്ട്രീയമുള്ളൊരു മാധ്യമമാണ്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടന്നു വരികയാണ്. പക്ഷേ ടി സിദ്ദീഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ടി സിദ്ദീഖിന്റെ ഭാര്യ അവിടെ ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം എന്തായാലും സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥാപനവുമായി
ടി സിദ്ദിഖിന്റെ ഭാര്യയ്ക്ക് ബന്ധമുണ്ട് എന്നൊരു ആരോപണം അത് ശരിവെക്കുന്ന തരത്തിലുള്ളത് തന്നെയാണ് ടി സിദ്ദിഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പക്ഷേ ആ സ്ഥാപനത്തിന്റെ നടത്തിപ്പിൽ ഈ ടി സിദ്ദിഖിന്റെ ഭാര്യയ്ക്ക് ബന്ധമുണ്ടോ എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ഇനിയിപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. ഉണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ളതാണ്, അവർക്ക് ഈ തട്ടിപ്പുമായി ബന്ധമുണ്ടോ, അവർ ജീവനക്കാരിയായിരിക്കുന്ന സമയത്ത് ഈ ഏതെങ്കിലും ആളുകളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിക്ഷേപം തിരികെ കൊടുത്തിട്ടുണ്ടോ, കൊടുത്തിട്ടില്ലെങ്കിൽ അവർ കൂടി ഈ നിക്ഷേപ തട്ടിപ്പിന്റെ ഭാഗമാണ് എന്ന് നമുക്കും വ്യാഖ്യാനിക്കേണ്ടി വരും. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ആണ് ഇപ്പോൾ പ്രധാനമായും നടക്കാവ് പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. അത് സംബന്ധിച്ച ഒരു വ്യക്തത ഒരുപക്ഷെ 2 ദിവസത്തിനകം തന്നെ കൈവരും എന്നാണ് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടെ ഇപ്പോൾ ടി സിദ്ദിഖിന്റെ ഭാഗം വിശദീകരിക്കാനായി അദ്ദേഹം രാവിലെ 10:45 വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ സംഭവം എത്രമാത്രം ഗൗരവകരമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. നേരത്തെ ഇത് സംബന്ധിച്ച് ഒരു പേര് പറയാത്ത തരത്തിലുള്ള ഒരു ആരോപണം നമുക്ക് മുൻപിൽ ഉയർന്നപ്പോൾ ടി സിദ്ദിഖ് ഇവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഭാരത് ജോഡോ ന്യായ് യാത്രയുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അതിനുശേഷം നാട്ടിൽ തിരിച്ചെത്തിയ സിദ്ദിഖ് ഇപ്പോൾ ഈ ആരോപണം ശക്തമായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ വാർത്താ സമ്മേളനം, അതും ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലൂടെ വാർത്താ സമ്മേളനം വിളിക്കുന്നു എന്നുള്ളതും ഈ സംഭവം ഏറെ ഗൗരവകരമാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ടി സിദ്ദിഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ കാര്യം, തന്റെ ഭാര്യ ഈ സ്വിസ് ബാങ്ക് എന്ന് പറയുന്ന ധനകാര്യ സ്ഥാപനത്തിൽ കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ട് എന്ന കാര്യം. അതിൽ പറയുന്ന മറ്റൊരു കാര്യം, മാനേജ്മെന്റുമായി ഒത്തുപോകാൻ പ്രശ്നമുണ്ടായതിനാലും രാജിവെച്ചു എന്നുള്ളതാണ്. എങ്കിൽ കൂടിയും ഈ സിദ്ദിഖിന്റെ ഭാര്യ ഇവിടെ ജീവനക്കാരി ആയിരുന്ന കാലയളവിൽ ആരിലെങ്കിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിരുന്നോ എന്ന കാര്യമാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. ലതീഷ്. ശരി, റിയാസ് KM-R, ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായി തന്നെ കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു. സ്വാഭാവികമായും ടി സിദ്ദിഖ് 10:45 മാധ്യമങ്ങളെ കാണുകയാണ്. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കട്ടെ. കേസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കാം.